കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഞാൻ സ്നേഹവന്ദനം പറയുകയാണ്. പ്രിയ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ക്രിസ്തീയ ശുശ്രൂഷകന്മാരിൽ പലരും പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. അനേക സന്ദർഭങ്ങളിൽ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ കടം മേടിക്കുന്നത് അല്ലെങ്കിൽ വായ്പ വാങ്ങുന്നത് ശരിയാണോ, അല്ലെങ്കിൽ അവൻ കടം വാങ്ങുന്നത് ശരിയാണോ എന്നൊക്കെ പലർക്കും സംശയമുണ്ട്. അതുപോലെ തന്നെ അനേകരിന്ന് കടക്കാരായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ശുശ്രൂഷകന്മാർ പലപ്പോഴും പറയുന്ന ഒരു കാര്യം ഇതാണ്: നമ്മൾ ആരോടും കടം വാങ്ങരുത് അല്ലെങ്കിൽ വായ്പ വാങ്ങരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ വായ്പ വാങ്ങരുതെന്ന് അവർ പറയാനായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് വചനങ്ങൾ, ഒന്ന് ആവർത്തന പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യമാണ്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ നിന്നെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. നീ അനേകം ജാതികളെ ഭരിക്കും, എന്നാൽ അവർ നിന്നെ ഭരിക്കുകയില്ല. അപ്പൊ ഈ 6-ാം വാക്യത്തിന്റെ ഒരു ഭാഗം മാത്രമേ അവരെടുക്കുന്നുള്ളൂ. അതായത് അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. അപ്പൊ നീ വായ്പ വാങ്ങുകയില്ല എന്നുള്ള ആ ഭാഗം മാത്രമാണ് എടുത്ത് സംസാരിക്കുന്നത്. നമ്മൾ വായ്പ വാങ്ങുകയില്ല, നമ്മൾ വായ്പ കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി പുതിയ നിയമത്തിൽ അതിനോടുള്ള ബന്ധത്തിൽ വായിക്കുന്ന ഒരു വാക്യമുണ്ട്, ശുശ്രൂഷകന്മാർ പറയുന്ന ഒരു വാക്യമാണ്. അത് റോമാലേഖനം 13-ാം അധ്യായത്തിന്റെ 8-ാം വാക്യമാണ്. അത് ഞാനിങ്ങനെ വായിക്കാം. പുതിയ നിയമത്തിൽ അപ്പോൾ ഒരു വാക്യം ആവർത്തന പുസ്തകം 15-ന്റെ 6-ആണ്. എന്നാൽ പുതിയ നിയമത്തിലെ ഒരു വാക്യം ഞാൻ വായിക്കാം. അത് റോമാലേഖനം 13-ാം അധ്യായം 8-ാം വാക്യമാണ്. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. അപ്പൊ ഈ വാക്യത്തിലും ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ വാക്യം എടുത്തിട്ടും ശുശ്രൂഷകന്മാർ മാത്രമല്ല, പല സൗരന്മാരും പറയുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക ശേഷിയുള്ള സൗരന്മാർ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ആരോടും കടം മേടിക്കരുത്, കടപ്പെട്ടിരിക്കരുത് എന്നാണ് പറയുന്നത്. പക്ഷെ ഈ രണ്ട് വചനങ്ങളെയും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറയുന്ന ആശയങ്ങളൊന്നും അല്ല ഇതിനകത്തുള്ളത്. ആവർത്തന പുസ്തകം 15-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ആ വാക്യത്തെ മുഴുവൻ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ രണ്ട് കാര്യങ്ങൾ നമ്മെ സംബന്ധിച്ച് സംഭവിക്കുന്നില്ല. ഉദാഹരണത്തിന് ആവർത്തന പുസ്തകത്തിലെ 6-ാം വാക്യത്തിൽ എന്നാ പറഞ്ഞെന്നറിയോ? നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. അപ്പൊ ഇവിടെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അനേകർക്ക് വായ്പ കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ വാക്യത്തിന്റെ ഈ ഒരു ഭാഗം ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? അനേകർക്ക് വായ്പ കൊടുക്കും എന്നുള്ളതാണ്. അപ്പൊ അനേകർക്ക് വായ്പ കൊടുക്കും എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര പേർക്ക് വായ്പ കൊടുക്കുന്നുണ്ട്? നമ്മൾ ആരോടും വായ്പ വാങ്ങുകയില്ല എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ വായ്പ വാങ്ങാതിരിക്കുന്ന, അതുപോലെ തന്നെ നമ്മൾ വായ്പ കൊടുക്കുന്നു എന്നുള്ളതും ആ വചനത്തിലുണ്ട്. പക്ഷെ ആ വചനത്തിന്റെ വായ്പ കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ അനുസരിക്കുന്നില്ല, വായ്പ വാങ്ങുകയില്ല എന്നുള്ള കാര്യം നമ്മൾ അനുസരിക്കണം എന്നാണ് പറയുന്നത്. നീ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും എന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ വിശ്വാസികൾ വായ്പ വാങ്ങരുത്, ആരും വായ്പ വാങ്ങുകയില്ല എന്നാണ് നമുക്ക് വാഗ്ദത്തം ഉള്ളതെന്ന് പറയുന്ന
ഏതെങ്കിലും വിശ്വാസികൾ ഈ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കുന്നുണ്ടോ? എൻ്റെ അറിവിൽ അങ്ങനെ അനേകർക്ക് വായ്പ കൊടുക്കുന്ന വ്യക്തികളെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരു ഇഷ്ടമുള്ള ഒരു സഹോദരൻ ഇഷ്ടമുള്ള ഒരു സഹോദരനെ അല്ലെങ്കിൽ ആ സഹോദരനോട് തുല്യം നിൽക്കാൻ പറ്റുന്ന സഹോദരിമാർക്കൊക്കെ ചിലപ്പോൾ വായ്പ കൊടുത്തെന്ന് വരാം. പക്ഷെ വേദപുസ്തകത്തിൽ പറയുന്ന ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വായ്പ വാങ്ങുകയില്ല, വായ്പ കൊടുക്കും എന്നാണ് എഴുതിയത്. പക്ഷെ ഇവിടെ അനേകം ജാതികൾക്ക് പോയിട്ട് ആർക്കും തന്നെ വായ്പ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വായ്പ മേടിക്കാൻ പാടില്ല എന്നൊരു ആശയം അതിനകത്തില്ല. വിശ്വാസികൾ വായ്പ മേടിക്കരുതെന്ന് പറയുന്ന ഒരു വാക്യമല്ല അത്. അത് കഴിഞ്ഞിട്ട് ആ വാക്യത്തിന്റെ അവസാനം പറയുന്നത് ഇങ്ങനെയാണ്: നീ അനേകം ജാതികളെ ഭരിക്കും, അവർ ആരും നിന്നെ ഭരിക്കുകയില്ല എന്ന്. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ? നമ്മൾ ആരെങ്കിലും ഭരിക്കാൻ പോകുന്നുണ്ടോ? നമ്മൾ ആരെയും ഭരിക്കാൻ പോകുന്നില്ല. അതേസമയം നമ്മളെ ഭരിക്കാനായിട്ട് പലരും വരുന്നുണ്ടെന്നുള്ളതാണ്. വിശ്വാസികളുടെ മേത്ത് കുതിര കയറാൻ വരുന്ന എന്തോരം ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ ആരുടെയെങ്കിലും മേത്ത് കുതിര കയറാൻ പോകുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഭരിക്കാൻ പോകുന്നുണ്ടോ? ആരെങ്കിലും നിയന്ത്രിക്കാൻ പോകുന്നുണ്ടോ? ഒരിക്കലും നമ്മൾ നിയന്ത്രിക്കാൻ പോകുന്നില്ല. നമ്മൾ ഒരു ഇലക്ഷന് മത്സരിക്കാൻ പോലും നമ്മൾ പോകുന്നില്ല എന്നുള്ളതാണ്. ഇലക്ഷന് മത്സരിച്ച് ഒരു MLA ആയി കഴിഞ്ഞാൽ നമുക്ക് ജനത്തെ ഭരിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മളൊരു രാജാവായിട്ടോ നാടുവാഴിയായിട്ടോ ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് പോലും നമ്മൾ മത്സരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് മറ്റുള്ളവരെ ഭരിക്കാം. ഇത് നമ്മൾ ആരെയും ഭരിക്കാൻ പോകുന്നില്ല. ആവർത്തന പുസ്തകത്തിൽ പറയുന്നത് നീ അനേക ജാതികളെ ഭരിക്കും, എന്നാൽ അവർ നിന്നെ ഭരിക്കുകയില്ല എന്ന്. പക്ഷെ നമ്മൾ ആ വിശ്വാസികൾ ആരെയും ഭരിക്കാൻ പോകുന്നില്ല. അപ്പോഴും ആ വാക്യം ശരിയല്ല. നീ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും എന്നാ പറയുന്നത്. പക്ഷെ ആ വാക്യവും നമ്മെ സംബന്ധിച്ച് ശരിയല്ല. കാരണം നമ്മൾ അനേകർക്കൊന്നും വായ്പ കൊടുക്കുന്നില്ല. പക്ഷെ എന്നാലും നീ വായ്പ വാങ്ങുകയില്ല എന്നുള്ള ഒരു ഭാഗം മാത്രം എടുത്തിട്ട് വിശ്വാസികൾ വായ്പ വാങ്ങാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നത് ആ വചനത്തിന്റെ ആശയത്തിന് വിരുദ്ധമായൊരു കാര്യമാണ്. ഇനി അതുപോലെ തന്നെ റോമാലേഖനം 13-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ വായിച്ചത് എങ്ങനെയാ? അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. ഇവിടെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വായ്പ വാങ്ങരുതെന്നല്ല. അവിടെ കടപ്പെട്ടിരിക്കരുതെന്ന് പറഞ്ഞാൽ കടംപെട്ടിരിക്കരുതെന്നാണ്. കടംപെട്ടിരിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഒരു മനുഷ്യന് ചില കാര്യങ്ങൾ ചെയ്യുവാനുള്ള കടമയുണ്ട്. ആ കടമ നിർവഹിക്കാതിരിക്കരുത് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അന്യോന്യം സ്നേഹിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ കടംപെട്ടിരിക്കാൻ പറ്റുള്ളൂ. കാരണം സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും എന്നും 24 മണിക്കൂറും 7 ദിവസവും ഉണ്ടായിരിക്കേണ്ടതാണ് സ്നേഹം. അതുകൊണ്ട് ആ കടം വീട്ടാൻ ഒരിക്കലും പറ്റത്തില്ല. ആ കടമ എപ്പോഴും നിർവഹിച്ചുകൊണ്ടിരിക്കണം. അതായത് ഇപ്പൊ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ബന്ധുമിത്രാദികളെ, കൂട്ടുകാരെ, സഭയിലുള്ള സഹോദരന്മാരെ എല്ലാം സ്നേഹിക്കാനുള്ള കടമ എനിക്കുണ്ട്. ആ കടമ എന്നും ഞാൻ മരിക്കുന്നത് വരെ എനിക്ക് കടമയുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്നേഹിക്കുക എന്നുള്ള ഒരു കാര്യമല്ലാതെ വേറെ ഒന്നും കടപ്പെട്ടിരിക്കരുതെന്നാണ് പറഞ്ഞത്. ആ വേറെ ഒന്നും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുള്ള കടമയുണ്ടോ ആ കടമകളെല്ലാം നിർവഹിക്കാതിരിക്കരുതെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതങ്ങനെയാണെന്നുള്ളതിന് ഞാൻ അതിന്റെ 13-ാം അധ്യായത്തിന്റെ 6ഉം 7ഉം വാക്യങ്ങൾ വായിക്കാം. അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു, അവർ ദൈവ ശുശ്രൂഷകന്മാരും ആ കാര്യം തന്നെ നോക്കുന്നവരുമാകും. എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പിൻ, എല്ലാവർക്കും കടമായതുള്ളത് കൊടുപ്പിൻ. എന്നിട്ട് പറയാണ്, നികുതി കൊടുക്കേണ്ടവന് നികുതി കൊടുക്കണം, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം കൊടുക്കണം, ഭയം കാണിക്കേണ്ടവനോട് ഭയം കാണിക്കണം, മാനം കാണിക്കേണ്ടവനോട് മാനം കാണിക്കണം. അപ്പൊ ചിലരോട് മാനം കാണിക്കാൻ നമുക്ക് കടമയുണ്ട്, ചിലരെ ഭയപ്പെടുവാനുള്ള കടമ നമുക്കുണ്ട്, ചുങ്കം കൊടുക്കാനുള്ള അല്ലെങ്കിൽ നികുതി അടയ്ക്കാനുള്ള കടമ നമുക്കുണ്ട്. അതുപോലെ തന്നെ ചുങ്കം കൊടുക്കാനുള്ള കടമ നമുക്കുണ്ട്. അതായത് ഇപ്പൊ ടാക്സ് അടയ്ക്കാൻ നമുക്ക് കടമയുണ്ട്. ഒരു ബിസിനസ്സൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ടാക്സ് അടയ്ക്കണം. അതുപോലെ തന്നെ നമ്മളെ വീടിന് ടാക്സ് അടയ്ക്കണം, വസ്തുവിന് ടാക്സ് അടയ്ക്കണം. അപ്പൊ ഈ ഭൂനികുതി അല്ലെങ്കിൽ ഈ ബിസിനസിന്റെ നികുതിയൊക്കെ അടയ്ക്കാൻ നമുക്ക് കടമയുണ്ട്. ആ കടമകൾ നമ്മൾ നിർവഹിച്ചില്ലെങ്കിൽ നമ്മൾ കടക്കാരായിരിക്കും.
അപ്പൊ അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഈ സ്നേഹിക്കുന്ന ഒരു കാര്യമല്ലാതെ മറ്റൊന്നും കടപ്പെട്ടിരിക്കരുത്. അതായത് നികുതി കൊടുക്കാനുണ്ടെങ്കിൽ കൃത്യസമയത്ത് നികുതി കൊടുത്തോളണം. ഒരു മനുഷ്യനെ ബഹുമാനിക്കേണ്ട ആ വ്യക്തിയാണെങ്കിൽ ആ മനുഷ്യനെ നമ്മൾ ബഹുമാനിച്ചിരിക്കണം. അത് ആ മനുഷ്യനെ ബഹുമാനിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അങ്ങനെ ആ നൽകേണ്ട കാര്യങ്ങൾ, ചില മനുഷ്യനെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്, ആ മനുഷ്യന്റെ മുമ്പാകെ നമ്മൾ ഭയത്തോടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ ഭയം നമ്മൾ കാണിക്കണം. അങ്ങനെയുള്ള കടമ നമ്മൾ നിർവഹിക്കാതിരിക്കരുത് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതല്ലാതെ ആ വാക്യം കടം മേടിക്കരുതെന്നും അല്ലെങ്കിൽ വായ്പ വാങ്ങരുതെന്നും അതിനകത്ത് ആശയമില്ല. ഇപ്പൊ നമ്മൾ കടം മേടിക്കുക, വായ്പ വാങ്ങുക എന്നൊക്കെ പറയുന്നത് ഈ രണ്ട് വാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് പല ശുശ്രൂഷകന്മാരും പറയുന്നത് നമ്മൾ ആരോടും വായ്പ വാങ്ങരുത്, കടം മേടിക്കരുത്, കടപ്പെട്ടിരിക്കരുത് എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഈ കടപ്പെട്ടിരിക്കരുതെന്ന് പറയുന്ന ഈ വചനത്തിന്റെ ആശയം ഈ ശുശ്രൂഷകന്മാർ പറയുന്ന ആശയവുമായിട്ട് യോജിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കടമയുണ്ടോ ആ കടമ നിർവഹിക്കാതിരിക്കരുത് എന്നാണ് ഈ വാക്യത്തിന്റെ ആശയം. അതല്ലാതെ പണം വായ്പ മേടിക്കരുതെന്നല്ല അതിന്റെ ആശയം. പണം എന്നല്ല, മറ്റു പലതും നമ്മൾ വായ്പ വാങ്ങുന്നവരാണ്. അപ്പൊ നമുക്കറിയാം, രാജാക്കന്മാരുടെ പുസ്തകത്തിലൊക്കെ കോടാലി വായ്പ മേടിച്ച് മരം വെട്ടാൻ പോയതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മളും അതുപോലെയൊക്കെ പലതും വായ്പ വാങ്ങുന്നവരാണ്. കോടാലി, തൂമ്പ, കൊട്ട, പണിയായുധങ്ങൾ, അതുപോലെ ചില മെഷീൻ, അങ്ങനെയുള്ള പല സാധനങ്ങളും നമ്മൾ വായ്പ വാങ്ങുന്നവരാണ്. നിങ്ങൾ വായ്പ വാങ്ങുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ വായ്പ വാങ്ങാറുണ്ട്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ വായ്പ വാങ്ങുന്നു. അപ്പൊ അതുപോലെ തന്നെ ഒരു വായ്പയാണ് പണം വായ്പ വാങ്ങുക എന്നുള്ളത്, അല്ലെങ്കിൽ പണം കടം വാങ്ങുക എന്നുള്ളത്. അപ്പൊ പണം കടം വാങ്ങരുതെന്ന് വേദപുസ്തകത്തിൽ ഒരു സ്ഥലത്തും ഒരു വാക്യം പോലും അതിന് അടിസ്ഥാനപരമായിട്ടില്ല. പിന്നെ ഈ രണ്ട് വാക്യത്തെ എടുത്തുകൊണ്ടാണ് പറയുന്നത് നീ വായ്പ വാങ്ങുകയില്ല, വായ്പ കൊടുക്കുകയുള്ളൂ എന്ന് പറയും. അപ്പൊ ഈ വാക്യത്തെ എടുത്തുകൊണ്ട് അങ്ങനെ സംസാരിക്കുമ്പോൾ യേശുക്രിസ്തു ഗിരിപ്രഭാഷണം മത്തായി സുവിശേഷം 5-ാം അധ്യായം 47-ാം വാക്യത്തിൽ യേശുക്രിസ്തു പറഞ്ഞൊരു വാക്യം ഞാൻ വായിച്ചു കേൾപ്പില്ല. അപ്പൊ ഈ വാക്യത്തെ കുറിച്ച് അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷത്തിലും അതേ വാക്യമുണ്ട്, ഞാനിങ്ങനെ വായിച്ചു കേൾപ്പിക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായം 42-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: വായ്പ വാങ്ങുവാൻ നിന്നോട് യാചിക്കുന്നവന് കൊടുക്കുക, വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത്. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ യേശുക്രിസ്തു പറഞ്ഞേക്കുവാണ്. ഒന്ന്, നിന്നോട് ചോദിക്കുന്നവന് നീ കൊടുക്കണം. അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ തരാൻ കഴിവുള്ളവനോട് ചോദിക്കണം. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞ് നിന്നോട് ചോദിക്കുന്നവന് നീ കൊടുക്കണം. അപ്പൊ ഇപ്പൊ എനിക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തരാൻ കഴിവുള്ള വ്യക്തികളുടെ അടുക്കൽ ചെന്ന് ചോദിക്കണമെന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. അപ്പൊ അങ്ങനെ ചോദിക്കുന്നവന് കൊടുക്കണമെന്നാണ്, കൊടുക്കാൻ കഴിവുള്ളവനോട് യേശുക്രിസ്തു പറയുന്നത്. അപ്പൊ നിന്നോട് ചോദിക്കുന്നവന് നീ കൊടുക്കണം. എന്നിട്ട് പറയുന്നത് എന്നറിയോ, വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ നീ ഒഴിഞ്ഞു മാറരുത്. അപ്പൊ ഒരാൾ വായ്പ വാങ്ങാനായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൻ ചോദിക്കുന്ന സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവന്റെ ഇടക്കൽ നിന്ന് നമ്മൾ വായ്പ കൊടുക്കാതിരിക്കത്തക്കവണ്ണം ഒഴിഞ്ഞു മാറരുതെന്നാണ് യേശുക്രിസ്തു പറയുന്നത്. അപ്പൊ വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനെ നീ ഒഴിഞ്ഞു കളയരുത്, അവനിൽ നിന്നും ഒഴിഞ്ഞു മാറരുതെന്നാ പറഞ്ഞത്. അപ്പൊ അതിൽ നിന്നും നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, വായ്പ വാങ്ങാൻ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നും വായ്പ വാങ്ങുമെന്നുമാണ് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ വായ്പ വാങ്ങാനുള്ള സാഹചര്യത്തിൽ വായ്പ വാങ്ങും. ആ വായ്പ വാങ്ങാൻ വരുന്നവനെ ഒഴിഞ്ഞു കളയരുതെന്ന് എന്നാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് എപ്പോഴെങ്കിലും പറഞ്ഞോ നിങ്ങൾ ശിഷ്യന്മാരെ നിങ്ങൾ ആരും വായ്പ വാങ്ങരുത് അല്ലെങ്കിൽ കടക്കാരായിരിക്കരുത് എന്ന് പറഞ്ഞോ? ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ഈ ലൂക്കോസ് എന്താ പറയണെന്ന് അറിയാം. ലൂക്കോസ് നമുക്ക് 6-ാം അധ്യായത്തിൽ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അതിന് 33 മുതലുള്ള വാക്യമായി 33, 34 വാക്യമായി 33, 34, 35 വാക്യം വായിക്കാം. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ഉപചാരം കിട്ടും? പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. മടക്കി വാങ്ങിക്കൊള്ളാം എന്ന് നിങ്ങൾ ആശിക്കുന്നവർക്ക് കടം കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പാപികളും കുറയാതെ മടക്കി വാങ്ങേണ്ടതിന് പാപികൾക്ക് കടം കൊടുക്കുന്നുവല്ലോ.
നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പിൻ, അവർക്ക് നന്മ ചെയ്യുവിൻ, ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുപ്പിൻ, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വലുതാവും. ഇവിടെ യേശുക്രിസ്തു പറയുന്നത് നിങ്ങളോട് ചോദിക്കുന്നവർക്ക് നിങ്ങൾ കടം കൊടുക്കണം. കടം കൊടുത്താൽ നിങ്ങൾക്ക് പ്രതിഫലം വലുതാന്ന് പറഞ്ഞു. അപ്പൊ കടം കൊടുത്താൽ പ്രതിഫലം കിട്ടുമെന്ന് പോലും കർത്താവ് പറഞ്ഞേക്കുമ്പോ കടം കൊടുക്കരുത്, കടം മേടിക്കരുത് എന്നൊക്കെ ഏത് വചനത്തിന്റെ അടിസ്ഥാനത്തിലായി പഠിപ്പിക്കണമെന്ന് എനിക്കറിയത്തില്ല. അപ്പോ ഇവിടെ കടം കൊടുക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾ തീരുമാനിച്ചിട്ട് വേണം കൊടുക്കാൻ എന്നാണ് കർത്താവ് പറഞ്ഞത്. അതിന് 35-ാം ഭാഗത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുക്കണം. അതായത് ഒരുത്തിന് വായ്പ കൊടുത്തു കഴിഞ്ഞാൽ അവൻ തിരിച്ചു തരുമെന്നോ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കൊടുത്തതുപോലെ തന്നെ വേറൊരു സന്ദർഭത്തിൽ ഒരു ആവശ്യം വരുമ്പോൾ അവനിൽ നിന്ന് നമുക്ക് തിരിച്ചു മേടിക്കാമെന്നോ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഒന്നും പകരം ഇച്ഛിക്കാതെ അവന് കടം കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അതായത് ഞാനൊരു എക്സാമ്പിളായിട്ട് ഇങ്ങനെ പറയാം. ഞാനിപ്പോൾ ഒരു വ്യക്തിക്ക് കടം കൊടുക്കുന്നത്, ആ കടം കൊടുക്കുന്ന പൈസ എനിക്ക് തിരിച്ചു കിട്ടണം എന്ന് പോലും ഞാൻ ആഗ്രഹിക്കരുത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരാൾക്ക് 1000 രൂപ വായ്പ കൊടുത്തു, അല്ലെങ്കിൽ കടം കൊടുത്തു. അതവൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തിരിച്ചു തരുകയും ചെയ്തു. അത് കഴിയുമ്പോൾ പിന്നീട് ഒരിക്കൽ എനിക്ക് 1000 രൂപയ്ക്ക് ആവശ്യം വന്നു. അപ്പോൾ ഞാൻ ആ 1000 രൂപ വായ്പ കൊടുത്തവൻ്റെ അടുക്കൽ ചെന്നിട്ട് അവനോട് 1000 രൂപ മേടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവ് പറഞ്ഞെങ്ങനെയാണ്, ഒന്നും പകരം ഇച്ഛിക്കരുത്. അതായത് നീ കൊടുത്തതുപോലെ അവൻ നിനക്ക് തരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവന് കടം കൊടുക്കരുത്. നീ കൊടുത്ത കാശ് പോലും നിനക്ക് തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചും നീ കടം കൊടുക്കരുതെന്നാണ് പറഞ്ഞത്. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞതിന്റെ അർത്ഥം കടം കൊടുക്കരുത് എന്നല്ല പറഞ്ഞ്, കടം കൊടുക്കുന്നവൻ എന്ത് ചെയ്യണമെന്നറിയോ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ടെന്നാ പറഞ്ഞത്, ഒന്നും പകരം ഇച്ഛിക്കേണ്ടെന്നാ പറഞ്ഞത്. അപ്പോൾ ഈ പാപികൾക്ക് കടം കൊടുക്കുന്ന എങ്ങനെയാണെന്നറിയോ, അവർ മടക്കി വാങ്ങിക്കൊള്ളാം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് കടം കൊടുക്കുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങനെ കടം കൊടുക്കുക എന്നാ യേശുക്രിസ്തുവിന് ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, പാപികൾ തിരിച്ചു വാങ്ങാമെന്ന് വിചാരിച്ചാണ് കടം കൊടുക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ആർക്കും കടം കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ യേശുക്രിസ്തു ആർക്കും കടം കൊടുക്കരുതെന്ന് പറഞ്ഞില്ല. യേശുക്രിസ്തു തന്നെ എത്രയോ യേശുക്രിസ്തുവിന്റെ പ്രസംഗത്തിൽ കടം മേടിച്ചതായിട്ടും കടം മേടിക്കാൻ ചെന്നതായിട്ടും വായ്പ വാങ്ങാൻ ചെന്നതായിട്ടൊക്കെ യേശുക്രിസ്തുവിന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുത്തന്റെ വീട്ടിൽ അതിഥി വന്നപ്പോൾ അവന്റെ വീട്ടിൽ അവന് അതിഥിക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുക്കാൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ അവൻ കൂട്ടുകാരന്റെ വീട്ടിൽ ചെന്നിട്ട് 3 അപ്പം വായ്പ തരണം എന്ന് പറഞ്ഞു. അപ്പൊ അവൻ ആഹാര സാധനം പോലും കൂട്ടുകാരന്റെ വീട്ടിൽ ചെന്ന് വായ്പ മേടിച്ചുകൊണ്ട് വന്നാണ് അതിഥിയെ സൽക്കരിച്ചത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ പല പ്രസംഗങ്ങളിലും യേശുക്രിസ്തു കടം കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം കൊടുത്തിരുന്നെങ്കിൽ ഞാനത് പലിശയോടുകൂടി തിരിച്ചു വാങ്ങയില്ലായിരുന്നോ എന്ന് യേശുക്രിസ്തു പറഞ്ഞ പ്രസംഗത്തിനകത്ത് നിന്ന് അങ്ങനെയുള്ള അനേക ആശയങ്ങൾ യേശുക്രിസ്തു പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ആശയത്തിന് വിരുദ്ധമായിട്ടാണ് ശുശ്രൂഷകന്മാർ പഠിപ്പിക്കുന്നത്. അതായത് ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആരോടും വായ്പ വാങ്ങരുതെന്നല്ല. ആർക്കെല്ലാം എന്തെല്ലാം ചെയ്യാൻ നമുക്ക് കടമയുണ്ടോ ആ കടമകളെല്ലാം നിർവഹിക്കാതിരിക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഉദാഹരണത്തിന് അപ്പനും അമ്മയ്ക്കും അവരെ ശുശ്രൂഷിക്കാനുള്ള കടമ നമുക്കുണ്ട്. നമ്മുടെ ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കടമ നമുക്കുണ്ട്. അതുപോലെ തന്നെ അപ്പനും മക്കളോട് കടമയുണ്ട്. മക്കൾക്ക് വേണ്ടി കരുതുക എന്നുള്ള കടമ മാതാപിതാക്കൾക്കുണ്ട്. അങ്ങനെ ഇപ്പൊ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, സുവിശേഷം അറിയിക്കുവാൻ റോമാക്കാരോട് പറയാണ്, നിങ്ങളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാവരോടും സുവിശേഷം അറിയിക്കാനുള്ള കടമ പൗലോസിനുണ്ട്. അപ്പൊ കടമ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം, അപ്പൊ നികുതി അടയ്ക്കേണ്ട നമുക്ക് കടമയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറ്റാർക്കെങ്കിലും എന്തെങ്കിലും നന്മകൾ ചെയ്യാൻ നമുക്ക് കടമയുണ്ട്. അതൊക്കെ ചെയ്യാതിരിക്കുന്നതാണ് കടക്കാരായിരിക്കരുതെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതുപോലെ ചില വ്യക്തികളെ നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട്. അവരെ നമ്മൾ ബഹുമാനിച്ചില്ലെങ്കിൽ അത് കടമായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ മറ്റൊന്നും ആരോടും കടപ്പെട്ടിരിക്കരുത്. അതിൻ്റെ അർത്ഥം സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ മരണപര്യന്തം നമ്മൾ എല്ലാവരിലേക്കും പകരേണ്ടതാണ്. അത് നമുക്ക് ഒരു ദിവസം കൊണ്ട് നിർത്താൻ പറ്റില്ല, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് 1 മാസം കഴിഞ്ഞിട്ട് നിർത്താൻ പറ്റത്തില്ല. മരണം വരെ നമ്മൾ ആ സ്നേഹം തുടർന്നുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ആ ഒരു കടമ മാത്രം നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. ബാക്കി എല്ലാ കടമകളും നമുക്ക് ക്രമീകരിച്ച് പൂർത്തിയാക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ കടമ നിർവഹിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ആ കടമ തീർക്കാനായിട്ട് പറ്റും. അതാണ് പൗലോസ് പറയുന്നത്, സ്നേഹിക്കുന്നതല്ലാതെ മറ്റൊന്നും ആരോടും കടപ്പെട്ടിരിക്കരുത്.
അപ്പൊ വായ്പ വാങ്ങരുത് എന്ന ആശയമുള്ള ഒരു വാക്യം പോലും വേദപുസ്തകത്തിലില്ല. അപ്പോ ഈ ആവർത്തന പുസ്തകത്തിലെ വാക്യം എടുത്താണ് ഈ നീ വായ്പ വാങ്ങുകയുള്ളൂ, നീ വായ്പ കൊടുക്കുകയുള്ളൂ, വായ്പ വാങ്ങുകയില്ല എന്നുള്ള വാക്യം എടുത്തിട്ട് വായ്പ വാങ്ങരുതെന്ന് പറയുന്ന വിശ്വാസികളായിട്ടുള്ള സഹോദരന്മാരും ശുശ്രൂഷകന്മാരും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വായ്പ വാങ്ങുകയില്ല, നീ അനേകർക്ക് വായ്പ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ആർക്കാ വായ്പ കൊടുക്കണേ? പെന്തിക്കോസുകാരെ കുറിച്ച്, വിശ്വാസികളെ കുറിച്ച് നാട്ടുകാര് ജാതികളൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ അർത്ഥ കൈക്ക് ഉപ്പ് തയ്ക്കാത്തവരെന്നാ പറയുന്നത്. അപ്പൊ അർത്ഥ കൈക്ക് ഉപ്പ് തയ്ക്കാത്തവർ, ആർക്കും ഒന്നും കൊടുക്കാത്തവരെന്ന് പറഞ്ഞ് ചീത്തപ്പേരുള്ള നമ്മൾ അനേകർക്ക് വായ്പ കൊടുക്കുമെന്ന് ആ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണ്ടോ? നീ അനേകം ജാതികളെ ഭരിക്കും എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആരെങ്കിലും ഭരിക്കാൻ പോകുന്നുണ്ടോ? ആരും നിങ്ങളെ ഭരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളെ എല്ലാവരും ഭരിക്കാനല്ലേ വരുന്നത്. ഇന്നേ രാഷ്ട്രീയക്കാരൊക്കെ നമ്മളെ അല്ലേ ഭരിക്കുന്നത്. അപ്പൊ ആ വാക്യത്തിന്റെ ആശയം വായ്പ വാങ്ങരുതെന്നോ പണം കടം കൊടുക്കരുതെന്നൊന്നും അല്ല. പിന്നെ പണം കടം കൊടുക്കുമ്പോഴും പണം കടം വാങ്ങുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നാം നിമിത്തം സഭയ്ക്കോ വ്യക്തികൾക്കോ ഒരു ഇടർച്ചയ്ക്കോ ദുഷ്പ്രവൃത്തിക്കാരനെന്നോ പേര് വരാതെ വണ്ണം ആ കാര്യങ്ങൾ ക്രമീകരിക്കണമെന്നുള്ളതാണ്. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. സങ്കീർത്തനം 37-ാം സങ്കീർത്തനത്തിലാണ് പറയുന്നത്, ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, അവൻ തിരികെ കൊടുക്കുന്നില്ല. അപ്പോൾ വായ്പ വാങ്ങുന്ന വ്യക്തി സമയത്ത് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവൻ തന്നില്ലെങ്കിലും അത് പ്രതീക്ഷിക്കരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുക്കണം. അപ്പോൾ ഒരു വ്യക്തി വായ്പ വാങ്ങുന്നു, ആ വായ്പ വാങ്ങുന്നവൻ മടക്കി കൊടുക്കാൻ അവന് കടമയുണ്ട്, അവൻ അത് ചെയ്യണം. പക്ഷെ അത് തന്നില്ലെങ്കിലും, അത് വായ്പ മേടിച്ചിട്ട് അവൻ തന്നില്ലെങ്കിലും അതിന്റെ പേരിൽ അവനോട് പിണങ്ങാനോ അവനെ ഉപേക്ഷിക്കാനോ പിന്നീടുള്ള അവന്റെ ആവശ്യങ്ങളിൽ സഹായിക്കാതിരിക്കാനോ നമുക്ക് പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു പറഞ്ഞ അവനിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ കടം കൊടുക്കണം എന്നാണ്. അപ്പൊ ആ വിധത്തിൽ മാത്രം നാം ശ്രദ്ധിക്കേണ്ട കാര്യം, സഭയ്ക്ക് ഇടർച്ച ഉണ്ടാക്കുന്ന വിധത്തിലും ആ കടം വാങ്ങുന്ന വ്യക്തി കടം കൊടുക്കുന്ന വ്യക്തിക്കും ഇടർച്ച ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ക്രയവിക്രയങ്ങളെ ചെയ്യാതിരിക്കുന്നത് മാന്യമാണ്, അല്ലെങ്കിൽ അത് കർത്താവിനും മഹത്വകരമാണ്. അല്ലാതെ കടം മേടിക്കരുത്, വായ്പ മേടിക്കരുത് എന്ന ആശയമുള്ള ഒരു വേദവാക്യവും ഞാൻ വേദപുസ്തകത്തിൽ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നീ വായ്പ വാങ്ങുകയില്ല, വായ്പ കൊടുക്കും എന്നുള്ള ആ വാക്യവും അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത് എന്ന് എഴുതിയിരിക്കുന്ന വാക്യവും നമ്മൾ സാധനങ്ങളോ വസ്തുവകകളോ പണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണങ്ങളോ വായ്പ വാങ്ങിയിട്ട് കടപ്പെട്ടിരിക്കുന്നുള്ള ആശയമല്ല അതിനകത്തുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ പണം മാത്രമല്ല കടം വാങ്ങുന്നത്, അനേക കാര്യങ്ങൾ നമ്മൾ കടം വാങ്ങുന്നുണ്ട്, അനേക ഉപകരണങ്ങൾ കടം വാങ്ങുന്നുണ്ട്, പുസ്തകം വായിക്കാൻ പോലും കടം വാങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ വായ്പ വാങ്ങുന്നവരാണ്. അപ്പോൾ വായ്പ വാങ്ങരുതെന്ന് സൂചിപ്പിക്കുന്ന ഒരു വാക്യവും വേദപുസ്തകത്തിലില്ല. അതുപോലെ തന്നെ യേശുക്രിസ്തു പ്രാർത്ഥനയിൽ ഇങ്ങനെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അവിടെ കടം എന്ന് പറയുന്നത് ഇനി പാവമാണെന്ന് വ്യാഖ്യാനിച്ചാൽ പോലും അവിടെ കടമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മറ്റുള്ളവരുടെ കടങ്ങളെ, നമ്മളോടുള്ള കടം നമ്മൾ ക്ഷമിച്ചു എന്നാണ്. അപ്പൊ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചു. അപ്പൊ നമ്മളോട് കടക്കാരുണ്ട്, നമുക്ക് കടമുണ്ട്, കടക്കാര് നമ്മളോട് കടപ്പെട്ടിരിക്കുന്നവരുണ്ട്. അപ്പൊ അവരോട് നമ്മൾ ക്ഷമിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് കടം വാങ്ങരുതെന്നോ. അതേസമയം യേശുക്രിസ്തു പല പ്രസംഗങ്ങളിലും കടം മേടിച്ചവനെ ഇളച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ആ കടം മേടിച്ചവനോട് കടം കൊടുത്തവന്റെ മനോഭാവം ഇന്നതായിരിക്കണമെന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. അപ്പൊ കടം മേടിക്കരുതെന്നോ വായ്പ കൊടുക്കരുതെന്നോ വായ്പ മേടിക്കരുതെന്നോ പുതിയ നിയമത്തിൽ യാതൊരു ആശയവും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരന്മാരെ ഞാൻ പറയാം, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ ആവശ്യം വന്നു കഴിഞ്ഞാൽ ആ ആവശ്യങ്ങൾ മറ്റുള്ളവരോട് പറയുകയും അതിന് പ്രാപ്തിയുള്ളവർ അവന് കൊടുത്ത് സഹായിക്കുകയും ചെയ്യണമെന്നാണ് പുതിയ നിയമത്തിലെ ആശയം. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 16-17 വാക്യങ്ങളിലൊക്കെ അങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പോ ഒരു സഹോദരൻ എന്ത് ബുദ്ധിമുട്ട് വന്നാലും മിണ്ടാതിരുന്നോളണം എന്നുള്ള ആശയമൊന്നും വേദപുസ്തകത്തിലില്ല. അപ്പോ ഒരു സഹോദരൻ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവൻ കൂട്ടു സഹോദരന്മാരോട് അത് പങ്കുവെക്കുകയും
ആ പങ്ക് വെച്ചിട്ട് അവനെ സഹായിക്കാൻ കഴിവുള്ള സഹോദരൻ അവനെ സഹായിക്കുകയും ചെയ്യണം. അവന്റെ ബുദ്ധിമുട്ടിന് അവൻ ആവശ്യമുള്ളത് വായ്പ കൊടുക്കണം എന്നാണ് ആവർത്തന പുസ്തകം 15-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. എന്റെ സഹോദരന് ഒരു ആവശ്യമുണ്ടെങ്കിൽ അവന്റെ ബുദ്ധിമുട്ടിന് അവൻ ആവശ്യമായത് വായ്പ കൊടുക്കണം എന്ന് എഴുതിയേക്കണത്. അപ്പോൾ വായ്പ കൊടുക്കരുതെന്ന് എഴുതിയേക്കുന്ന അല്ലെങ്കിൽ വായ്പ വാങ്ങരുത് എഴുതിയേക്കുന്ന ഒരു വചനവും ഞാൻ വേദപുസ്തകത്തിൽ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വചനം ശ്രദ്ധിക്കുന്ന സൗരസൗരന്മാരെ ഞാൻ നിങ്ങളോട് പറയാം, ഒരു വിശ്വാസി കടം മേടിക്കരുതെന്നോ വായ്പ വാങ്ങരുതെന്നോ അല്ല. അപ്പൊ വായ്പ വാങ്ങുമ്പോഴും കടം വാങ്ങുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വായ്പ കൊടുക്കുന്നവൻ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കടം കൊടുക്കരുത്. അത് കൊടുക്കുന്നവൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ വായ്പ വാങ്ങുന്നവൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? അവൻ തക്ക സമയത്ത് തന്നെ ആ വായ്പ വാങ്ങിയത് കൊണ്ട് തക്ക സമയത്ത് തന്നെ തിരിച്ചു കൊടുക്കാൻ അവന് മനസ്സുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അത് നിമിത്തം എന്ത് ചെയ്യുന്നറിയോ, ദൈവത്തെ ദുഷിക്കുവാനും ദൈവസഭയ്ക്ക് ചീത്തപ്പേരുണ്ടാകാനും കാരണമാകും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കാരണമാകുന്ന വിധത്തിൽ കടം വാങ്ങുകയും കടം കൊടുക്കുകയും ചെയ്യരുത് എന്നുള്ളത് ഒരു മാന്യമായ കാര്യമാണ് എന്നുള്ളതല്ലാതെ അങ്ങനെ ഒരു കൽപ്പന വേദപുസ്തകത്തിലില്ല. അപ്പൊ അതുകൊണ്ട് കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് വിശ്വാസി കടക്കാരനായിരിക്കുന്നത് അല്ലെങ്കിൽ വായ്പ വാങ്ങുന്നത് വേദപുസ്തകം വിലക്കിയിട്ടുള്ള കാര്യമല്ല. അത് ഈ രണ്ട് വചനങ്ങളിൽ നിന്ന് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നത് കൊണ്ടുണ്ടായ ഒരാശയമാണ്. അപ്പൊ അതുകൊണ്ട് ദൈവം സഹായിച്ചാൽ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.